ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ മാത്സ് എക്സാമിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഞാൻ റിവ്യൂ പറയാം. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എക്സാം അത്യാവശ്യം ഓക്കെ എക്സാം ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു എക്സാം ആയിരുന്നു. പിന്നെ എനിക്ക് മാത്സ് പൊതുവെ ടഫ് ആയതുകൊണ്ട് തന്നെ ഇതൊരു കുഴപ്പമില്ല റേഞ്ചിലുള്ള എക്സാമാണ്. പക്ഷെ ഞാൻ പറയട്ടെ, പൊതുവേ ഉള്ള വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്കിത് കുറച്ചും കൂടി സിമ്പിൾ പേപ്പറായിട്ടാണ് തോന്നിയത്. കാരണം കഴിഞ്ഞ വർഷത്തെ എക്സാമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം എളുപ്പമുള്ള പേപ്പറാണ്. കഴിഞ്ഞ വർഷത്തെ പേപ്പർ നമുക്കറിയാമല്ലോ, അത് അത്യാവശ്യം ടഫായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഇതിപ്പം +1 അത്യാവശ്യം സിമ്പിളാക്കിയോണ്ട് ഇനി മേ ബി അവരത് +2 സിമ്പിളാക്കില്ലായിരിക്കും, ടഫാക്കുമായിരിക്കും. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്നും ആൻസർ ഒന്നും പറയുന്നില്ല. ഞാൻ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ അത്യാവശ്യം സിമ്പിളായ ക്വസ്റ്റ്യൻ ആയിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഓക്കെ ആയിരുന്നു. തേർഡ് ക്വസ്റ്റ്യനും ഓക്കെ ആയിരുന്നു. ഫോർത്ത് ക്വസ്റ്റ്യനും അത്യാവശ്യം സിമ്പിളായതായിരുന്നു. ഫിഫ്ത്ത് ഞാൻ എഴുതിയിട്ടില്ല. അത് എന്താ വെച്ചാൽ എഴുതാം എന്ന് വിചാരിച്ചു, പക്ഷെ അവസാനം നമ്മൾക്ക് ഞാൻ മറന്നുപോയി, എഴുതിയിട്ടില്ല. ആറാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ഓർമ്മയില്ല ഞാൻ എഴുതിയെന്ന്. 7 എഴുതി, 8 എഴുതി. ദെൻ 9 ഓക്കെ ആയിരുന്നു. 10ാമത്തതും ഞാൻ ഇതേപോലെ അവസാനം നോക്കിയിട്ട് എഴുതാമെന്ന് വെച്ചതായിരുന്നു, പക്ഷെ ഞാൻ അവസാനം അത് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. 11ാമത്തത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. 12 ഞാൻ എഴുതിയോന്ന് ഓർമ്മയില്ല. 13 എഴുതി. 14 എഴുതി. 15 ഓക്കെ ആയിരുന്നു വെച്ചാൽ അത് കുറച്ച് ടഫായിരുന്നു, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. 16 നല്ല സിമ്പിളായിരുന്നു. ദെൻ 17ാമത്തെ ക്വസ്റ്റ്യൻ ആ സി ക്വസ്റ്റ്യൻ എനിക്ക് നല്ലവണ്ണം ഞാൻ എഴുതി പഠിച്ചു പോയതായിരുന്നു, പക്ഷെ അവിടെ പോയി ഞാൻ തെറ്റിച്ചു വെച്ചു, എനിക്കറിയാം, മറന്നുപോയി. ബാക്കി എയും ബിയും എഴുതിയിട്ടുണ്ടായിരുന്നു. ദെൻ 18ാമത്തത് ഓക്കെ ആയിരുന്നു അത്യാവശ്യം. 19 നല്ല സിമ്പിളായിരുന്നു. 20 നല്ല സിമ്പിളായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു റിവ്യൂ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് പറയാം. എനിക്കൊരു ഓക്കെ എക്സാം ആയിരുന്നു, വലിയ കുഴപ്പമില്ലാത്തൊരു എക്സാം എന്ന് പറയാം. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക. പക്ഷെ ഞാൻ പറയട്ടെ, ബാക്കിയുള്ള എക്സാംസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് ഓക്കെ ആയിരുന്നു. കെമിസ്ട്രി വെച്ച് പ്രത്യേകിച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് ഓക്കെ ആയിരുന്നു. കാരണം കെമിസ്ട്രി എനിക്ക് നല്ല ടഫായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഇംഗ്ലീഷ് എക്സാം ആണ്. എല്ലാവരും ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി മാക്സിമം പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ അടുത്ത എക്സാം റിവ്യൂ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ. പിന്നെ ഇതുപോലെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. ബൈ.